നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. അട്ടിമറിക്ക് സ്ഥിരീകരണം. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിൽ അനധികൃത പരിശോധന നടന്നുവെന്ന പരാതി ശരിവെച്ച് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ട്. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മഹേഷ്, വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവർക്കെതിരെയാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം. തെളിവുകൾ ശേഖരിക്കാതെയുള്ള വസ്തുതാന്വേഷണ റിപ്പോർട്ട് കുറ്റക്കാരെ സംരക്ഷിക്കാൻ എന്നാരോപിച്ച് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലും ജില്ലാ കോടതിയിലും വിചാരണ കോടതിയിലും മെമ്മറി കാർഡ് പരിശോധിച്ചു എന്നാണ് കണ്ടെത്തൽ. 2018 അങ്കമാലി മജിസ്ട്രേറ്റ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു. അങ്ങനെ സൂക്ഷിക്കാമെന്ന ധാരണയിലാണ് അത് ചെയ്തതെന്നാണ് മൊഴി. 2018 ഡിസംബർ 13 ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ് തന്റെ ഫോണിൽ മെമ്മറി കാർഡ് പരിശോധിച്ചു. രാത്രി 10:52 നടന്ന പരിശോധന ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും മൊഴിയുണ്ട്. എന്നാൽ ജഡ്ജി ഇത്തരമൊരാവശ്യം മുന്നോട്ട് വെച്ചോ എന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടാതെ 2021 ജൂലൈ 19 വിചാരണ കോടതി ശിരസ്താർ താജുദ്ദീൻ മെമ്മറി കാർഡ് പരിശോധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത പരിശോധനകളെക്കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ഫോണുകൾ കസ്റ്റഡിയിലെടുക്കുകയോ നടപടികൾക്ക് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. വസ്തുതാന്വേഷണ റിപ്പോർട്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ളതാണെന്നും തെളിവ് കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അയക്കാതെ മൊഴി അതേപടി വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നുമാണ് അതിജീവിതയുടെ ആരോപണം. അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി IG റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നും അതിജീവിത ആവശ്യപ്പെടുന്നു. ഹർജി വെള്ളിയാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ K. ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയതിന് തെളിവുണ്ടെന്ന് വിവാദ ഇടനിലക്കാരൻ TG നന്ദകുമാർ. അനിൽ ആന്റണി സൂപ്പർ ദല്ലാൾ ആണെന്നും നന്ദകുമാർ ആരോപിച്ചു. അനിലിനെതിരെ പരാതിയുമായി നന്ദകുമാർ തന്നെ കണ്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ സ്ഥിരീകരിച്ചു. ആരോപണങ്ങൾക്ക് പിന്നിൽ PJ കുര്യന്റെ ഗൂഢാലോചനയെന്ന് അനിൽ K. ആന്റണി തിരിച്ചടിച്ചു. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് TG നന്ദകുമാർ ഉന്നയിച്ചത്. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ K. ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയ കാര്യം PJ കുര്യനും ഉമാ തോമസിനും അറിയാം. PJ കുര്യനും PT തോമസും ഇടപെട്ടാണ് 5 തവണയായി പണം തിരികെ ലഭിച്ചതെന്നും നന്ദകുമാർ. എന്ന മകൻ അനിൽ ആന്റണി എന്റെ CBIയിൽ ഇന്ന നിയമനത്തിന് കാശ് മേടിച്ചിട്ടുണ്ട്. എന്റെ പണം തന്നില്ല, ഞാൻ CBIയുടെ അടുത്ത് പരാതി കൊടുക്കും. ഞാനും പ്രതിയാവും, എന്നെയും റിമാൻഡ് ചെയ്യും. ഞാൻ റെഡി. പ്രസിഡന്റിനെ ഉപദ്രവിക്കരുതെന്നാണ് കുര്യൻ പറഞ്ഞത്. എന്നാ വിളിക്കുന്നു പറഞ്ഞു. എന്റെ മുമ്പിൽ നിന്ന് അനിലിനെ വിളിച്ചു. അനിൽ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് സെറ്റിൽ ചെയ്യും. പരാതിയുമായി നന്ദകുമാർ തന്നെ കണ്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് PJ കുര്യൻ. ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അനിൽ ആന്റണിയോടാണോ പറഞ്ഞത്, ആന്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് എനിക്ക് എന്തായാലും രണ്ടിലുള്ള ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം. K. കരുണാകരനെയും AK ആന്റണിയെയും ചതിച്ച PJ കുര്യൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും നന്ദകുമാർ സ്ഥിരം കുറ്റവാളിയാണെന്നും അനിൽ ആന്റണി തിരിച്ചടിച്ചു. പണ്ട് ശ്രീ K. കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ AK ആന്റണിയെ ചതിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അനിൽ ആന്റണിയും AK ആന്റണിയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ PJ കുര്യനും ഇദ്ദേഹത്തിന്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. നന്ദകുമാറിന്റെ ആരോപണങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ഒഴിഞ്ഞുമാറി. ഗൂഢാലോചന നടത്തിയെന്ന അനിൽ ആന്റണിയുടെ ആരോപണം ആന്റണി നിഷേധിച്ചു. നന്ദകുമാറിന്റെ ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് ഉമാ തോമസും പ്രതികരിച്ചു. പറയുന്നതിൽ വാസ്തവമൊന്നുമില്ല. അനിൽ ആന്റണിക്ക് പിന്നാലെ BJPയുടെ വനിതാ നേതാവിനെതിരെയും നന്ദകുമാർ ആരോപണമുന്നയിച്ചു. കേരളത്തിൽ നിന്നുള്ള സൂപ്പർ ടെറർ നേതാവ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആരോപണം. 24, കൊച്ചി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയിൽ പൊട്ടിത്തെറി. തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചു. പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്നും പാർട്ടിയിൽ തുടരാൻ കഴിയില്ലെന്നും രാജ്കുമാർ ആനന്ദ്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി അടിയന്തരമായി കേൾക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. അഭിഭാഷകനുമായി കൂടുതൽ ദിവസം കൂടിക്കാഴ്ചയ്ക്ക് അനുമതി വേണമെന്ന കെജ്രിവാളിന്റെ ഹർജി റൌസ് അവന്യൂ കോടതി തള്ളി. കോടതികളിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടി നേരിട്ട ആം ആദ്മി പാർട്ടിക്ക് കനത്ത ആഘാതമുണ്ടാക്കുന്നതാണ് മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ രാജി. കൊണാട്ട് പ്ലേസിലെ ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ചു ചേർത്താണ് രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചതായി പ്രഖ്യാപിച്ചത്.
लेकिन आज बड़े अफसोस के साथ कहना पड़ रहा है कि राजनीति तो नहीं बदली, लेकिन राजनेता बदल गए। आम आदमी पार्टी का जन्म ही भ्रष्टाचार के खिलाफ आंदोलन से हुआ था, लेकिन आज ये पार्टी खुद भ्रष्टाचार के दलदल में फंस चुकी है। പട്ടേൽ നഗറിൽ നിന്നുള്ള MLA ആണ് രാജ്കുമാർ ആനന്ദ്. ഇഡിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. ഇന്നലെ വരെ അഴിമതിക്കാരനെന്ന് വിളിച്ച BJPയിലേക്കാണ് രാജ്കുമാർ ആനന്ദ് പോകുന്നതെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ്. राजकुमार आनंद जिनके 23 घंटे तक ईडी का छापा पड़ा था, 23 घंटे तक ईडी का छापा पड़ा था. पूरी की पूरी भारतीय जनता पार्टी ऊपर से लेकर नीचे तक चिल्ला कर कह रही थी राजकुमार आनंद भ्रष्ट है, राजकुमार आनंद भ्रष्ट है. पूरी की पूरी बीजेपी कह रही थी. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ആഴ്ചയിൽ 5 തവണ അഭിഭാഷകരെ കാണാൻ അനുവദിക്കണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം ഡൽഹി റൌസ് അവന്യൂ കോടതിയും തള്ളി. അനുമതി നൽകാൻ മതിയായ കാരണങ്ങളില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. 24 ഡൽഹി. മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരിമണൽ കമ്പനിയായ CMRLന് നോട്ടീസ് നൽകി. കമ്പനിയുടെ ഫിനാൻസ് ചുമതലയുള്ളയാൾ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് നിർദ്ദേശം. മാസപ്പടി കേസിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് ED ഇടപെടൽ. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത്. CMRLുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചേക്കും. എന്നാൽ ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ED കണക്ക് കൂട്ടുന്നത്. CMRLന്റെ ബാലൻസ് ഷീറ്റിൽ ആദായനികുതി വകുപ്പും ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണയടക്കമുള്ള എതിർകക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും. സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കും. തുടർന്നാകും ചോദ്യം ചെയ്യൽ. ആവശ്യമെങ്കിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്കും ED കടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRLിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് 1,72 ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ചെറിയ പെരുന്നാൾ സന്ദേശത്തിൽ വിവാദ സിനിമ ദ കേരള സ്റ്റോറിയുടെ പ്രദർശനത്തെ വിമർശിച്ച് ഇസ്ലാം മത പണ്ഡിതർ കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ ഉപകരണമായി മാറരുത് എന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി പ്രതികരിച്ചു. സിനിമ പ്രദർശിപ്പിച്ചാൽ തകരുന്നതല്ല കേരളത്തിലെ മതേതരത്വമെന്ന് KNM ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ പറഞ്ഞു. വിവാദങ്ങൾക്ക് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാർ എന്നായിരുന്നു K സുരേന്ദ്രന്റെ പ്രതികരണം. അതിനിടെ തലശ്ശേരി അതിരൂപത നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് KCYM സിനിമ പ്രദർശിപ്പിച്ചു. വിവാദ സിനിമ ദി കേരള സ്റ്റോറിക്കും അതിന്റെ പ്രദർശനത്തിനും നിശിത വിമർശനമാണ് പെരുന്നാൾ സന്ദേശത്തിൽ ഇസ്ലാം മത പണ്ഡിതർ ഉയർത്തിയത്. സഭാ നിലപാടിനെ വിമർശിച്ച് പാളയം ഇമാം VP സുഹൈബ് മൗലവി രംഗത്തെത്തി. നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ടൂളായി മാറാൻ പാടില്ല. നമുക്കിടയിൽ ഹെയ്റ്റ് പരത്തുന്ന ഒരാവിഷ്കാരവും കലയല്ല. കേരള സ്റ്റോറി ജനം അംഗീകരിക്കില്ലെന്ന് KNM ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ പറഞ്ഞു. വിവാദങ്ങൾക്ക് പിന്നിൽ സ്ഥാപിത താത്പര്യക്കാരാണെന്ന് പ്രതികരിച്ച K സുരേന്ദ്രൻ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി വസ്തുതകളെ നിരാകരിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ചെയ്യുന്നത്. തലശ്ശേരി അതിരൂപതയുടെ വിലക്ക് മറികടന്ന് വിവാദ സിനിമ ദി കേരള സ്റ്റോറി KCYM പ്രദർശിപ്പിച്ചു. കണ്ണൂർ ചെമ്പന്തൊട്ടിയിലെ സെയിന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിൽ ഇന്നലെ രാത്രി 8-നായിരുന്നു പ്രദർശനം. സിനിമകളുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാനില്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദത്തിനില്ല എന്നുമായിരുന്നു അതിരൂപതയുടെ നിലപാട്. സിനിമ പ്രദർശിപ്പിച്ചതിൽ ഇടുക്കി രൂപതയെ പിന്തുണച്ച് BJP മുഖപത്രം രംഗത്തുവന്നു. 24 കണ്ണൂർ. ദ കേരള സ്റ്റോറിക്ക് മറുപടിയായി മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച വൈപ്പിൻ സാഞ്ചോപുരം സെന്റ് ജോസഫ് ദേവാലയം സത്യം വിളിച്ചു പറയേണ്ടത് ആവശ്യമാണെന്ന് വികാരി ഫാദർ നിതിൻ പനവേലിൽ പറഞ്ഞു. സീറോ മലബാർ സഭാ രൂപതകളിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെതിരെ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി. സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെ പിന്തുണച്ച് BJP രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈപ്പിൻ സാഞ്ചോപുരം ദേവാലയത്തിൽ
മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. അവധിക്കാല ബൈബിൾ ക്ലാസിന്റെ അവസാന ദിനത്തിലാണ് വിദ്യാർത്ഥികൾക്കായി മണിപ്പൂർ ദ ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. ദ കേരള സ്റ്റോറി പോലുള്ള പ്രൊപ്പഗാൻഡ സിനിമകളിൽ ഒരു വശത്ത് പ്രചരിപ്പിക്കുമ്പോൾ സത്യം വിളിച്ചു പറയേണ്ടത് ആവശ്യമാണെന്ന് വികാരി ഫാദർ നിതിൻ പനവേലിൽ. കുഞ്ഞുങ്ങളിലേക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായി വരുന്നൊരു സിനിമയല്ല. പക്ഷേ കുഞ്ഞുങ്ങളോടുള്ള കൺസേൺ കൊണ്ടായിരിക്കും ഇടുക്കി രൂപത അത് ചെയ്തത്. അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി സുരക്ഷിതമായിരിക്കണം എന്നുള്ള ഒരു പിതൃസഹജമായ സ്നേഹം കൊണ്ടായിരിക്കും അവരത് ചെയ്തത്. പക്ഷെ അവരെടുത്ത മെറ്റീരിയൽ മാത്രം അത്ര കറക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ഞാൻ അവരെ ചെറുക്കാൻ പോകുന്നില്ല, അവരെ എതിർക്കാനും പോകുന്നില്ല. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് എന്താണ് കൊടുക്കുക എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതൊരിക്കലും കേരള സ്റ്റോറി ആയിരിക്കരുതെന്നുള്ളതുകൊണ്ട്, മണിപ്പൂർ സ്റ്റോറി ആയതിൽ തെറ്റുമില്ല എന്നുള്ളതുണ്ട്. സീറോ മലബാർ സഭാ രൂപതകളിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെ വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നു. ഇപ്പോഴത്തെ കേരള സ്റ്റോറിയിൽ അവർ പറയുന്നത് ഒന്നാമത്തെ ആഭ്യന്തരശത്രുവായി അവർ കാണുന്ന മുസ്ലിമുകളെ പറ്റിയാണെങ്കിൽ ഇതിൽ മറന്നു പോകരുത്, ഇന്ന് ഞാൻ നാളെ നീ എന്ന ചൊല്ല്. ഇന്ന് മുസ്ലിമുകൾ നാളെ ക്രിസ്ത്യാനികൾ, നാളെ പരിപാടി RSSന്റെ. കേരള സ്റ്റോറി, കാശ്മീർ ഫയൽ സിനിമകൾക്ക് പിന്നിൽ സംഘപരിവാർ അജണ്ടയെന്ന് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ വിമർശിച്ചു. 24 കൊച്ചി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കേരളത്തിലെ വോട്ടെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ കൊണ്ടും കൊടുത്തും മുന്നണികൾ. തിരുവനന്തപുരത്ത് BJP വോട്ടിനായി പണം നൽകുന്നുവെന്നാരോപിച്ച UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന് NDA സ്ഥാനാർത്ഥി രാജു ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചു. മുഖ്യമന്ത്രി BJPയെ പ്രീതിപ്പെടുത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ LDF UDF ധാരണയെന്ന് BJP ആരോപിച്ചു. 24 മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിലാണ് ശശി തരൂർ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആരോപണം ഉന്നയിച്ചത്. വോട്ടിനു വേണ്ടി പണം നൽകുന്നുവെന്ന പ്രസ്താവന പിൻവലിച്ച് തരൂർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കേന്ദ്ര ഏജൻസികളെ ഭയന്ന് മുഖ്യമന്ത്രി BJPയെ പ്രീതിപ്പെടുത്തുന്നുവെന്നാണ് വിമർശനം. കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും നട്ടാൽ കുറിക്കാത്ത നുണ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ എല്ലാ ദിവസവും ഉന്നയിച്ച് BJPയെ പ്രീതിപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ തള്ളി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ്. യഥാർത്ഥത്തിൽ എനിക്ക് ശോഭാ സുരേന്ദ്രന് മര്യാദ നല്ല ഒരു ബഹുമാനവും സ്നേഹമുള്ള എൻ്റെ അനിയത്തിയെ പോലെ സ്നേഹിക്കുന്ന ഒരു ലേഡിയാണ്. ഞാൻ പല സമയത്തും കണ്ടുമുട്ടാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അവരോട് ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ, അതായത് വെള്ളാപ്പള്ളി നടേശനെ സഹകരിച്ചു കഴിഞ്ഞാൽ ഗോകുലം ഗോപാലിന് അത് ഇഷ്ടപ്പെടുകയില്ല, ഗോകുലം ഗോപാലിന് അത് പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് ആരോ ഒരു പറഞ്ഞ് എന്ന രീതിയിൽ അവർ ഒരു പത്രസമ്മേളനം നടത്തി. തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രനായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ എന്നെ വിളിച്ച് ചോദിക്കാമായിരുന്നു ശരിയാണോ ഇല്ലയോ എന്ന്. അതില്ലാതെ പത്രസമ്മേളനം നടത്തി എന്നെ അപകീർത്തിപ്പെടുത്തിയ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. കൊല്ലത്തെ തീരദേശ തോട്ടം മേഖലകളിൽ മുഖ്യമന്ത്രി എത്താത്തത് മതരാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം മണ്ഡലത്തിന് പുറമെ മാവേലിക്കര, തൃശൂർ മണ്ഡലങ്ങളിലും NDA ധാരണയെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് ആരോപിച്ചു. 24 തിരുവനന്തപുരം. അഴിമതിയുടെയും കൊള്ളയുടെയും മറ്റൊരു പേരാണ് DMK എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA ഭരണകാലത്ത് ഇന്ത്യയുടെ വികസനം 5Gയിൽ എത്തി നിൽക്കുന്നു. എന്നാൽ DMK 2Gയിൽ അഴിമതി നടത്തിയവരാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 10ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. 2025 മുൻപ് ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് സമാജ്വാദി പാർട്ടിയുടെ പ്രകടന പത്രിക വ്യക്തമാക്കുന്നു. ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഗവർണറുമായി വീണ്ടും പോരിനൊരുങ്ങി സർക്കാർ. KTU-VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഉത്തരവ്. നീക്കം VC-മാരെ നിയമിക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്ന ഹർജി കോടതി പരിഗണിക്കാനിരിക്കെ സംസ്ഥാനത്ത് കൊടും ചൂട് തുടരും. ഞായറാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. കനത്ത ചൂട് കണക്കിലെടുത്ത് കറുത്ത ഗൗൺ ധരിക്കുന്നതിൽ നിന്ന് അഭിഭാഷകരെ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി പ്രമേയം. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലി സംഘർഷം കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കും. നിർണായക ഉത്തരവ് കൽക്കട്ട ഹൈക്കോടതിയുടേത്.
സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 80 രൂപ കൂടി 52,880 രൂപയായി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6,610 രൂപ. ദേശീയ ഓഹരി വിപണിയിൽ റെക്കോർഡ് ക്ലോസിംഗ്. നിഫ്റ്റി ബാങ്ക് ഓഹരികൾ 49,000 മുകളിൽ. വീണ്ടും 75,000 കടന്ന് സെൻസെക്സ്. ഗാന്ധിമതി ബാലന് വിട. പ്രശസ്ത സിനിമാ നിർമ്മാതാവും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായ ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മലയാളത്തിലെ നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവാണ്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തെത്തിയ അദ്ദേഹം പിന്നീട് ആദാമിന്റെ വാരിയല്, പഞ്ചവടി പാലം, തൂവാനത്തുമ്പികൾ തുടങ്ങി 30-ലേറെ സിനിമകളുടെ നിർമ്മാണവും വിതരണവും നിർവഹിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം നാളെ വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വിറ്റുവരവ് 50,000 കോടി കടന്നു. 51,218 കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വിറ്റുവരവ്. ഒരു വർഷത്തിനുള്ളിൽ 100 ഷോറൂമുകൾ കൂടി കമ്പനി ആരംഭിക്കുമെന്നും ഇതിനായി 7,000 ജീവനക്കാരെ അധികമായി നിയമിക്കുമെന്നും മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MV അഹമ്മദ് പറഞ്ഞു. IPL വിജയക്കുതിപ്പ് തുടരാൻ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഇന്നിറങ്ങും. രാത്രി 7:30 ജയ്പൂരിൽ നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസാണ് എതിരാളികൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ ഇന്ന് ബാഴ്സലോണ PSG വമ്പൻ പോരാട്ടം. അത്ലറ്റിക്കോ മാഡ്രിഡ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ നേരിടും. രാത്രി 12:30-ക്കാണ് 2 മത്സരങ്ങൾ. ഇന്ന് സംഭവിച്ചത് അനുജയത്ത്. നമസ്കാരം.